നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമില്ലാണ്ടെങ്കിൽ മോപ്പ് ഫാം ഉണ്ടാക്കാം. അത് നമുക്ക് പലതരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇവിടെയാണ് നമ്മൾ സാധാരണ മോപ്പ് ഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ചങ്ങ് ഇതിനുണ്ട് ഒരു ബ്ലോക്ക്. ഇവിടെയാണ് നമ്മുടെ സോംബീസും സ്കെൽട്ടൺസും, അതായത് മോബ്സൊക്കെ ഇവിടെ ആയിരിക്കും നമ്മൾ ഇവിടെ നിൽക്കാൻ പോകുന്നത്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ഇവിടെ നമ്മളിങ്ങനെ അതായത് ഇങ്ങനെ നമ്മൾ ബ്ലോക്സ് വെച്ച് നമ്മൾ മേളിലോട്ട് അങ്ങ് പോകും. നിങ്ങൾക്ക് സാധാരണ വെള്ളം വെച്ച് ചെയ്യുന്ന മോപ്പ് ഫാം ഇല്ലേ, ആ മോപ്പ് ഫാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ട്രാപ്പ് ഡോർ വെച്ചിട്ടല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നേരെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോവും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ 7 ബ്ലോക്ക് നമുക്കങ്ങ് പോവാം. 3 4 അതിലാണ് 1 2 3 4 5 6 7 ഇങ്ങനെയല്ല നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏറ്റവും അറ്റം വരെ എത്തും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ 4 സൈഡിൽ നമ്മളിങ്ങനെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇത് ചെയ്യാറുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട്, അതായത് ഇത് മൊത്തം നമ്മളിങ്ങനെ കവർ ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 4 ബ്ലോക്ക് ഇങ്ങനെ കവർ നമ്മൾ ചെയ്തു. ഞാൻ 4 ബ്ലോക്ക് അങ്ങ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 ബ്ലോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വാട്ടർ ബക്കറ്റ് എടുക്കാം. ടെക്സ്റ്റ് പാക്കറ്റ് ഉണ്ട്, ആണ് വ്യത്യാസം. നമ്മൾ വാട്ടർ ബക്കറ്റ് അങ്ങ് വെക്കുമ്പോൾ ഇത് കുറച്ചങ്ങ് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഇവിടെ അങ്ങ് സംഭവം അങ്ങ് ബിൽഡ് ചെയ്യും നമ്മൾ. ഇവിടെയുള്ള വാട്ടർ സോഴ്സ് നമ്മൾ കളഞ്ഞിട്ട് ഒരു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വാട്ടർ ഒഴിക്കുമ്പോൾ ഉണ്ടോ അത് കണ്ടോ, ഇത് അറ്റം വരെ നമ്മളങ്ങ് നിൽക്കും. അപ്പോൾ നമ്മൾ 8 ബ്ലോക്ക് അങ്ങോട്ടങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ഒരു ബ്ലോക്കും കൂടി കൂട്ടി നമ്മൾ 8 ബ്ലോക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 4 സൈഡും നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സൈഡ് മാത്രമേ ചെയ്തുള്ളൂ. എന്നിട്ട് ഈ ഒരു സൈഡും കൂടി ചെയ്യുമല്ലോ. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇവിടെ സാധാരണ നമ്മൾ ട്രാപ്പ് ഡോർസ് വെക്കാറാണ് നമ്മൾ സാധ്യത. ട്രാപ്പ് ഡോർസാണ് നമ്മൾ വെക്കാറ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളിങ്ങനെ വെള്ളം വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം വെച്ച് കണക്ട് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കുക. അതാണ് സാധാരണ മോപ്പ് ഫാം. സാധാരണ മോപ്പ് ഫാമിൻ്റെ ഒരു ഫോർമാറ്റാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ വെള്ളം വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം വെച്ച് ഇതേ സെയിം പ്ലാറ്റ്ഫോം നമ്മളിവിടെ ഈ 4 സൈഡിലും 4 ഡയറക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിന് ബിറ്റ്വിന് വരുന്ന ക്യാപ്സൊക്കെ നമ്മൾ ഫില്ല് ചെയ്യും. ക്യാപ്സ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രാപ്പ് ഡോർ വെച്ചിട്ട് തുറന്ന് വെക്കും. ട്രാപ്പ് ഡോർ നമ്മളിങ്ങനെ വെച്ചിട്ട് തുറന്ന് വെക്കും. ഇപ്പോൾ നോക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താണ്ടോ ട്രാപ്പ് ഡോർ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിവിടെ തുറന്ന് വെക്കും. ഈ മണ്ടന്മാർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോബ്സൊക്കെ ഈ ട്രാപ്പ് ഡോർ എന്ന് പറയുന്ന ഒരു ഫുൾ ബ്ലോക്കാണെന്നും കരുതിയിട്ട് ഇവരങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇവർ വെള്ളത്തിലേക്ക് പോകും. എന്നിട്ട് ഇവർ താഴെ വന്ന് കില്ലിംഗ് ചേമ്പർ വന്ന് നമുക്ക് കൊല്ലാം.
അതാണ് സാധാരണ വെള്ളം വെച്ച് ചെയ്യുന്ന ഫാം. ഈ സെയിം ഫോർമാറ്റ് തന്നെ അപ്പോൾ ഈ സെയിം ഫോർമാറ്റ് തന്നെ ഇവന്മാർ ഇവിടെ സ്പോണായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവന്മാർ സ്പോണായിട്ട്, വെള്ളം ഉണ്ടെങ്കിൽ ഇവന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ സ്പോൺ ആവത്തില്ല. ഇവന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ സ്പോണായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ നിങ്ങൾ ഒരു ഇമാജിൻ ചെയ്യാം, ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇവന്മാർ സ്പോണും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവന്മാരെ ട്രാപ്പ് ഡോഴ്സ് ഫുള്ള് ബ്ലോക്കാണെന്ന് പറഞ്ഞ് കരുതി ഇപ്പോൾ ഉണ്ടോണേ. ഇപ്പോൾ അതേ ഞാൻ സോംബിയാണ് നോക്കിയപ്പോൾ അതുകൊണ്ട ഫുൾ ബ്ലോക്കാണ്. കയറി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ചാടും. ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒഴുകി അവിടെ നിന്ന് ഇങ്ങനെ വീഴും. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഫാംസ്. പക്ഷേ ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. നിങ്ങൾക്ക് ബട്ടൺസ് വെക്കണമെങ്കിൽ ബട്ടൺസ് വെക്കാം. ബട്ടൺസ് എവിടെയൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമില്ലേ, ആ പ്ലാറ്റ്ഫോമിൽ ബട്ടൺസോ അല്ലെങ്കിൽ നമ്മുടെ കാർപ്പറ്റ് വെച്ചാലും മതി. ഇപ്പം ഞാൻ പിന്നെ ബട്ടൺസ് അല്ലേ, ബട്ടൺസ് കാർപ്പറ്റ് ആയാലും മതി. നമുക്കൊരു വൈറ്റ് കാർപ്പറ്റ് അങ്ങ് എടുക്കാം. വൈറ്റ് കാർപ്പറ്റ് അങ്ങ് എടുത്തിട്ട് അല്ലെങ്കിൽ ബട്ടൺസ് ആയാലും മതി. ഈ ഒരു ബ്ലോക്കില്ലേ, അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ഈ ഒരു ഇതിൻ്റെ 2 ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേറൊരു ട്രാപ്പ് ഡോർ ഇങ്ങനെ വെച്ച് പോവാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്പൈഡർ സ്പോൺ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കണ്ട. സാധാരണ മോപ്പ് ഫാം പണിയുന്ന പോലെ നിങ്ങൾക്ക് പണിയാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്പൈഡർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർപ്പറ്റ് നിങ്ങൾക്ക് വെക്കാം. കാർപ്പറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്ഷൻ ഇല്ലേ, സാധനത്തിൻ്റെ പേരാണ് പ്രഷർ പ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പ്രഷർ പ്ലേറ്റ് അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് ഈ മോസ് കാർപ്പറ്റും വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. മോസ് കാർപ്പറ്റ് അങ്ങനെ വെക്കാറില്ല, ആരും അങ്ങനെ വെക്കാറില്ല. പിന്നെ ഇത് കണ്ട ഈ ഒരു ടെക്സ്റ്റ് പാക്കിന് ടോട്ടത്തിനൊക്കെ ഒരു ഇതുണ്ട്. ടെക്സ്റ്റ് പാക്കിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയാൻ വന്നത്. ഇവിടെ പിന്നെ റാബിറ്റ്സ് ഫുഡ്, പ്രഷർ പ്ലേറ്റ് ഒന്നും ഇവിടെ അടിച്ചാൽ കിട്ടുമല്ലോ. 20 ബാറ്ററി ശതമാനമേ ഉള്ളൂ, എന്നാലും നമ്മളിങ്ങ് വെച്ചേക്കണം. ഒരു ആപ്പിള് പ്രഷർ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇതിങ്ങനെ വെച്ചാലും മതി. നമ്മുടെ കാർപ്പറ്റിന് പകരം ഇതിങ്ങനെ വെച്ചാലും മതി, അല്ലെങ്കിൽ ബട്ടൺസ് വെച്ചാലും മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഈ നമ്മൾ വെള്ളമില്ലാത്ത സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ഈ പൊട്ടന്മാരെന്നാ കരുതും, ഈ സംഭവം നമ്മൾ ചെയ്യുന്ന സെയിം ഫോർമാറ്റ് തന്നെ നമ്മളിവിടെ എന്നെയും ട്രാപ്പ് ഡോഴ്സ് നമ്മൾ വെച്ചിട്ട് തുറന്നു വെക്കും. മേളിൽ വേണം കേട്ടോ ട്രാപ്പ് ഡോഴ്സ് വെക്കാൻ. താഴെ വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടന്മാരെ കാണത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടന്മാർ കാണത്തില്ല. ഇപ്പം ഇവന്മാരെ കാണുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഈ ഒരു ഇത് ട്രാപ്പ് ഡോർ ഇവന്മാരങ്ങ് തുറക്കുമ്പോൾ ഇവന്മാരെന്നായി ഈ സാധനമെന്ന് പറഞ്ഞ് ഇവന്മാർ നേരെ കയറി ചെന്ന് കൊടുക്കും. അപ്പം നമുക്ക് നമ്മുടെ കില്ലും ചെമ്മറായി. ഈ ഒരു ഇത് നമുക്ക് വർക്കാവണത് ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്കൈ ബ്ലോക്കിൻ്റെ സ്കൈ ബ്ലോക്ക് നമുക്ക് ഉണ്ടാക്കാം. സ്കൈ ബ്ലോക്കിൽ നമുക്ക് വാട്ടർ ഇല്ലാണ്ട് എങ്ങനെ മോപ്പ് ഫാം ഉണ്ടാക്കുമെന്ന് പാറ്റേൺ ഉള്ള രീതിയിലാണ് എങ്ങനെ ഉണ്ടാക്കും എന്നറിയാനായിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും എന്ന രീതിയിലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഡിസൈനാണ് കേട്ടോ. നിങ്ങൾ ഒരു കാര്യവശാലും നിങ്ങൾ പേടിക്കണ്ട. ഞാനിപ്പോൾ എടുക്കുന്ന എൻ്റെ ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന സ്കൈ ബ്ലോക്കിൽ ഈ സെയിം ഫാം തന്നെയാണ് കേട്ടോ പണിതേക്കണത്. പക്ഷെ ഇത് ഒരു ലെയറും കൂടി കൂട്ടിയിട്ടുണ്ട്. ഒരു ലെയർ കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പം ഇല്ല, എന്നാലും നിങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ അങ്ങ്
നിങ്ങൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കില്ലേ, ആ സെയിം പ്ലാറ്റ്ഫോം നിങ്ങളങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ അപ്പുറത്ത് സൈഡിൽ ഇവിടെ ട്രാപ്പ് ഡോർ ചെയ്ത പോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം എന്നാ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ പൊട്ടന്മാർ പിന്നെ ഉണ്ടല്ലോ. വേറെ കാര്യം, ഈ ഒരു ഇത് ടെമ്പററി ബ്ലോക്കാണ്, ഇത് പെർമനൻറ്റ് ബ്ലോക്കും. ഇപ്പോൾ നമ്മൾ മറ്റേ പ്ലാറ്റ്ഫോം ചെയ്യുന്ന പോലെ ഇത് തന്നെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ട്രാപ്പ് ഡോർസ് നിങ്ങൾ വെച്ചാൽ മതി. ട്രാപ്പ് ഡോർസ് തന്നെ വെക്കണം കേട്ടോ ഈ അറ്റത്ത്. നിങ്ങൾക്ക് അയൺ ട്രാപ്പ് ഡോർസ് ആണെങ്കിൽ അയൺ ട്രാപ്പ് ഡോർസ് വെക്കാം. റിച്ച് ആണെന്ന് കാണിക്കാനായിട്ടാണ് സാധാരണ നമ്മൾ അയൺ ട്രാപ്പ് ഡോർസ് നമ്മൾ വെക്കാറുള്ളത്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് വെള്ളമില്ലാണ്ട് എങ്ങനെ മോപ്പ് ഫാം ഉണ്ടാക്കുന്നതെന്നും പഠിച്ചു. വെള്ളം കിട്ടിയിട്ടും എങ്ങനെ മോപ്പ് ഫാം പഠിക്കണമെന്നും പഠിച്ചു. ഇപ്പം നമ്മൾ ഒരു ഓട്ടോമാറ്റിക് കുക്കറാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഓട്ടോമാറ്റിക് കുക്കറിന് നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ, നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ തന്നെ വേണം. എന്നാ സോൾ ക്യാമ്പ് ഫയർ നിങ്ങൾ എടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്നാ വേണ്ടേ, നിങ്ങൾക്ക് കുറച്ച് ഹോപ്പർ വേണം. പിന്നെ ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ള ചെസ്റ്റ് വേണം. നമുക്ക് ട്രാപ്പ് ഡോർ ചെസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ, സാധാ ചെസ്റ്റ് മതി. പിന്നെ ഇത് ഇച്ചിരി പവർ കൊടുക്കാനായിട്ട് പൗഡർ ഡസ്റ്റ് വേണം, റെസ്റ്റോൺ ഡസ്റ്റ് വേണം, ഒരു ടോർച്ച് വേണം, പിന്നെ കുറച്ച് റെയിൽസ് വേണം. ഇതിപ്പോൾ നമുക്ക് സാധാ റെയിലും വേണം, നമുക്ക് പവേർഡ് റെയിലും വേണം. ഇത് ഏത് റെയിലാണെന്ന്, ആക്ടിവേറ്റഡ് റെയിൽ, ഡിറ്റക്ടർ റെയിൽ എനിക്കറിയാം, പക്ഷെ ഇത് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കടക്കാം. ഇപ്പോൾ പവേർഡ് റെയിൽ നമ്മളെടുത്തു. ഇനി നമ്മൾക്ക് വേറെ സാധനം കൂടി എടുക്കാണ്ട്, കുറച്ച് നമുക്ക് സ്റ്റോൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ബ്ലോക്ക് നമുക്ക് എടുത്താൽ മതി. ഞാനിപ്പോൾ ബിർച്ച് പ്ലാങ്ക്സ് ആണ് നമുക്ക് സാധാരണ ബ്ലോക്കായിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓട്ടോമാറ്റിക് കുക്കറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഗ്ലാസ് എടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് വേറെ എന്ത് സാധനം കൂടി വേണം. ഇപ്പം ഇത്ര മതിയോ സെർച്ച്. ഞാൻ പറഞ്ഞ തന്നെയാണ് ഗ്ലാസ് ഇല്ലാണ്ട് ഇവിടെ തന്നെ നോക്കലോ, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ സാധാ ഗ്ലാസ്സാണ് ഞാൻ എടുക്കണത്. കൺസ്ട്രക്ഷൻ ഓക്കെ ഗ്യാസ്. ഇപ്പോൾ നമുക്ക് പണിയാം. ഇപ്പം നമ്മൾ 5x5 നമ്മൾ 10 ക്യാമ്പ് ഫയർ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. 1 2 3 4 5 6 7 8 9 10 ക്യാമ്പ് ഫയർ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ നമ്മൾ ഹോപ്പർ നമ്മളങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേറെ സാധനം കൂടി വേണം. നമുക്ക് മൈൻകാട്ട് വിത്ത് റെയിൽ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ പുകയൊക്കെ അവിടെ അങ്ങ് കിടക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഹോപ്പർ നിങ്ങൾക്ക് വേണം കേട്ടോ. താഴെയും കൂടി നമുക്ക് ഹോപ്പർ കണക്ട് ചെയ്യണം. നമുക്ക് ഇപ്പോൾ കുറച്ച് പിന്നെ ചെയ്യാം. നമുക്ക് വേണ്ടത് കുറച്ച് ബ്ലോക്ക്സ്. നമുക്ക് ഇത് ടെമ്പററി ബ്ലോക്കാണ്. നമുക്ക് ഈ ബ്ലോക്ക് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ ഇതേ ഇപ്പോഴും ക്രിയേറ്റീവ് തന്നെയാണ് കേട്ടോ ഇരിക്കണേ. അതെ, ഞാൻ ഉള്ള ബ്ലോക്സ് എല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് അടിക്കണം. ഇല്ലെങ്കിൽ ഹോപ്പറിലോട്ട് കണക്റ്റ് ആവും. ഷിഫ്റ്റ് അടിച്ചിട്ട് ഈ റെയിൽസ് നിങ്ങൾ കണക്ട് ചെയ്തിങ്ങനെ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ കണക്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു സാധാരണ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഇത് പൊക്കി കൊടുക്കുക എന്ന് വെച്ചാൽ മീൻസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് നേരെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ദേ ഇവിടെ ഇപ്പോൾ പവർ റെയിലല്ലേ വയ്ക്കണേ. നിങ്ങൾ ഇവിടെ അങ്ങ് മറ്റേ നാരൽ സ്റ്റോൺ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത് പവേർഡ് ആവും. സെയിം ഇത് തന്നെ നിങ്ങൾ ഇവിടെയും ചെയ്യാം.
സെയിം ഇത് തന്നെ നിങ്ങളുടെ ഇവിടെയും ചെയ്യാം. നമ്മൾ ഇവിടെ നേരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ വെച്ചാലും മതി. ഇപ്പോൾ സംഭവം ആയില്ലെങ്കിൽ നമുക്കത് ഇവിടെ വെക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോപ്പർ താഴോട്ട് ഓടിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്ലാങ്ക്സ് നമുക്ക് വെച്ചിട്ട് താഴോട്ട് ഓട്ടിക്കേണ്ട രീതിയിൽ വെച്ചിട്ട് ദൈവതങ്ങ് പൊട്ടിച്ച് നമ്മുടെ അപ്പോൾ അവരുടെ വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം സെറ്റാവും. ഇനി നമുക്കിവിടെ വേണ്ടത് എന്നാ, ഈ സാധനങ്ങൾ നമ്മളിവിടെ ഡ്രോപ്പ് ആവും. അപ്പോൾ നമുക്ക് ഈ മൈൻകാർട്ട് വിത്ത് ഹോപ്പർ നമുക്ക് വേണം. മൈൻകാർട്ട് വിത്ത് ഹോപ്പർ ആയാലും കുഴപ്പമില്ല, മൈൻകാർട്ട് വിത്ത് ചെസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ മൈൻകാർട്ട് വിത്ത് നമുക്ക് ചെസ്റ്റ് നമുക്ക് വെക്കാം. ഇപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ നമ്മൾ മാറ്റിയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ടുക്കുട്ടു മൈൻകാർട്ട് എന്ത് മൈൻകാർട്ടുണ്ട്. ഇപ്പോൾ മൈൻകാർട്ട് വിത്ത് ചെസ്റ്റ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഏതായിരിക്കും ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടം വരെ അങ്ങ് അവസാനിച്ചു. അവസാനിക്കുമ്പോൾ അങ്ങ് കയറി കൊടുക്കാൻ പാടില്ല. കയറി കൊടുക്കുമ്പോൾ അങ്ങ് ഇവിടെ നിന്ന് അങ്ങ് അവസാനിക്കാൻ പാടില്ല. നേരെ വന്ന് നേരെ അങ്ങ് പോകണം. എന്നിട്ട് ഇത് നമുക്കിവിടെ നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് നോക്കാം. നമ്മുടെ ചെസ്റ്റ് പരിപാടി. അതായത് നമുക്കിവിടെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ, നിങ്ങൾ താഴ്ത്തി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതേ ഇവിടെ ചെസ്റ്റ് അങ്ങ് വെച്ചാൽ മതി. ഡബിൾ ചെസ്റ്റ് അങ്ങ് വെച്ചിട്ട് നമ്മൾ സാധനമായിട്ട് ഷിഫ്റ്റ് എടുക്കാം. സർവൈവലൊന്നും പോകണ്ട, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഷിഫ്റ്റ് അടിക്കാൻ പറ്റും. ഷിഫ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ ഇത് ഇവിടെ ഈ ഒരു ബ്ലോക്സൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളയാം കേട്ടോ. ഈ 2 ബ്ലോക്സ് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളയാം. ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ട നമുക്ക് കളക്ഷൻ സിസ്റ്റമൊക്കെ നമുക്ക് വെക്കാം. നമുക്ക് ഇച്ചിരി ഇത് എന്നാ ഫ്ലാറ്റ് വേൾഡാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. നമുക്ക് പിന്നെ ഒരു എളുപ്പത്തിന് നമുക്ക് താഴെ ഒരു ഇതും കൂടി നമുക്ക് അങ്ങ് കുഴിക്കാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ 3 ഇതാണ് നമ്മൾ പഠിച്ചേക്കണം കേട്ടോ. 3 ഫാംസ്, ഒരു ഓട്ടോമാറ്റിക് ഫാംസും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഷുഗർ കെയിൻ ഫാമും ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടെങ്കിലും പോകുന്ന രീതിയിൽ നമുക്ക് ഹോപ്പറൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇവിടെ 2 ബ്ലോക്ക് അങ്ങ് ഞാൻ ചെയ്യാൻ പോവാം. എൻ്റെ മെത്തേഡ് കാണിക്കും. എനിക്ക് ഈ സൈഡിലോട്ട് അവിടെ മിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതുകൊണ്ടേ അപ്പോൾ ഇങ്ങോട്ടാണ് ഇവിടെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് വെടിയും പൊടിയൊക്കെ പൊട്ടും. അപ്പോൾ താഴോട്ട് നീക്കണം. താഴോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് കണക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് താഴോട്ട് വരുന്ന രീതിയിൽ ഓക്കെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതലായാണ് നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യണ്ട എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പം കാണിച്ചു തരാം. നമ്മൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മളിവിടെ
അവിടെ എന്നാ ലിങ്ക് കൊടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ട് കിടക്കുകയല്ലേ. ഇനി ഇതെല്ലാം നമ്മൾ റീസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് എനിക്കേ ഒന്നുകൂടി ചെയ്യാം. ഇത് ഈ ഒരു ഹോപ്പറിൻ്റെ പരിപാടി തറവായില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ഇവിടെ ഇപ്പോൾ എത്ര 3 ബ്ലോക്ക്. ഇപ്പോൾ 3 ബ്ലോക്ക് അളവിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ 10 ബ്ലോക്കല്ലേ. അപ്പം 3 4 ബ്ലോക്ക് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഇവിടെ നിന്നും 1 2 3 4 ബ്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കണക്ട് ചെയ്യണം കേട്ടോ. ഹോപ്പർ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണം. ഹോപ്പർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഇത് ഈ ഹോപ്പറിലോട്ട് ലിങ്കായി. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ചെസ്റ്റ് അങ്ങ് വെക്കാം. അപ്പം സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് ലോക്കായി കിടന്നോളും. ദേ എല്ലാം ഇപ്പോൾ വർക്കായിട്ടുണ്ട്. കമാൻഡ് അടിക്കട്ടെ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്താലോ. നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ റോ പോക്ക് ചോപ്പൊക്കെ എടുക്കാം, അല്ലെങ്കിൽ റോ ബീഫ് എടുക്കാം. റോ ബീഫ് റോ ഒന്ന് അടിക്കുമ്പോൾ തന്നെ എല്ലാം ഉണ്ട്. റോ കോഡ് നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ക്യാമ്പ് ഫയറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെക്കണം കേട്ടോ. ഞാൻ തൽക്കാലം ഇപ്പം എല്ലാം പെട്ടെന്ന് കാണാമെന്ന രീതിയിൽ ഗ്ലാസ്സാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇവിടെ സ്റ്റെയറൊക്കെ വെച്ച് നമുക്ക് ഇവിടെ സുന്ദര കുട്ടപ്പനാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റോ കോഡ് കുറച്ച് സ്റ്റാക്ക് കണക്കിന് അങ്ങ് എടുത്തിട്ടുണ്ട്. റോ സാൽമൺ എടുത്തിട്ടുണ്ട്. റോ റാബിറ്റ് വേണ്ട, റോ ബീഫ് എടുത്തിട്ടുണ്ട്. റോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അയാൾ മതിയായിരുന്നു. എല്ലാ സാധനവും അങ്ങ് ആവുന്നുണ്ട്, വീഴുന്നുണ്ട്. എല്ലാ സാധനങ്ങളും വീഴുന്നുണ്ട്. എത്തുന്നുണ്ടോ? എല്ലാ സാധനങ്ങളും ഇവിടെ വന്നെങ്കിൽ ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പണി ഒപ്പിക്കാം. ഒരു ലിവർ ഒപ്പിക്കട്ടെ. ലിവർ ചുക്ക് ഇപ്പം നമുക്ക് സ്റ്റോപ്പ് ആവണം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയോ ഇതെങ്ങനെയെങ്കിലൊക്കെ വർക്കാക്കണമല്ലോ. ഓക്കെ ഗായ്സ്, പണി ചെറുതായിട്ട് പാളി എന്നൊരു സംശയം.
തോന്നണു നമ്മൾ തന്നെ മാനുവലായിട്ട് കെട്ടിക്കണം. അപ്പോൾ ഗൈസ്, ഒരു സന്തോഷ വാർത്ത. നമ്മുടെ ഈ ഒരു സക്സസ് ആയി, അതായത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കുക്കിംഗ് മെഷീൻ ഇപ്പോൾ തകരാറായിരിക്കുന്നു. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹോപ്പറിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ ചെസ്റ്റിൽ നിന്ന് ഇത് പോകുന്നുണ്ട്. പക്ഷെ എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോപ്പറിൽ നിന്ന് ഈ ക്യാൻസറിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായല്ലോ ഈ മോപ്പ് ഫാമിൻ്റെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ മോപ്പ് ഫാംസും ഇങ്ങനത്തെ ഫാമിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കട്ടോ. ഇനി അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമല്ലേ. ശരി എന്നാൽ, അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.